ഹലോ ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫേസ്ബുക്കിൽ റീൽസ് ആണോ അതോ ലോങ് വീഡിയോ ആണോ ഏറ്റവും ബെനിഫിറ്റ് തരുന്നത് എന്നുള്ളതാണ് ഞാൻ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞു വരുവാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിലും ഈ ഒരു പോളിസിയിൽ ഓൾമോസ്റ്റ് എല്ലാ പോളിസിയും ഫേസ്ബുക്കിൻ്റെ യൂട്യൂബിൻ്റെ ഒക്കെ ഒരുപോലെ തന്നെയാണ് വരുന്നത്. നമ്മൾ നോർമലി ഒരു വീഡിയോ ഇടുന്നതിനേക്കാളും 33% ഹയർ റീച്ച് ആണ് നമുക്ക് റീൽസിന് ഫേസ്ബുക്ക് തരുന്നത് കേട്ടോ. ഈവൻ യൂട്യൂബിലാണെങ്കിലും നമുക്ക് റീച്ച് ഒക്കെ ഒരുപോലെ തന്നെയാണ്, പക്ഷെ മോണിറ്റൈസേഷൻ്റെ ആ സെക്ഷനിലേക്ക് വരുമ്പോൾ ആണ് വ്യത്യാസം വരുന്നത്. അപ്പം റീച്ച് എന്ന് പറയുന്നത് ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഷോർട്ട് വീഡിയോയ്ക്ക് തന്നെയായിരിക്കും ഭയങ്കര റീച്ച് ഉള്ളത്. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഇട്ടാലും പെട്ടെന്ന് റീച്ച്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യൂട്യൂബിൻ്റെ ഒരു പോളിസി വെച്ചിട്ടാണെങ്കിൽ ജസ്റ്റ് ആ സ്ക്രീനിൽ വന്നാൽ തന്നെ നമുക്കതിനെ ഒരു വ്യൂ ആയിട്ട് കാണും. മറ്റേതൊരു 3 സെക്കൻഡ് നമ്മൾ ഇരുന്ന് വാച്ച് ചെയ്തെങ്കിൽ, അല്ലെ 5 സെക്കൻഡ് വാച്ച് ചെയ്തെങ്കിൽ മാത്രമേ അതിന് വ്യൂ ആയിട്ട് കണക്ക് കൂട്ടത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ഫേസ്ബുക്കിനും റീച്ചിൻ്റെ കാര്യത്തിൽ. അതായത് ആദ്യം ഫേസ്ബുക്കിൽ നമ്മൾ ലോങ് വീഡിയോ ഇടുമ്പോൾ നമ്മുടെ ഫോളോവേഴ്സിനാണ് അവർ ആദ്യം കാണിച്ചു കൊടുക്കുന്നത്. അത് ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ആദ്യം നമ്മളെ ഫോളോ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കാണിച്ചു കൊടുക്കും. സബ്സ്ക്രൈബേഴ്സ് കുറച്ചൊരു 50% ഒക്കെ ആ വീഡിയോ ഇരുന്ന് കാണുവാണെന്നുണ്ടെങ്കിൽ അവർ കുറച്ചുകൂടെ നോൺ ഫോളോവേഴ്സിലേക്ക് ഫോക്കസ് ചെയ്യും. നോൺ ഫോളോവേഴ്സിലേക്ക് ഫോക്കസ് ചെയ്ത് ആ നോൺ ഫോളോവേഴ്സും ഇത് അത്യാവശ്യം കുറച്ച് പെർസെൻറ്റേജ് ഒക്കെ ആ വീഡിയോയുടെ കാണുന്നുണ്ടെങ്കിൽ വീണ്ടും അവർ കുറേ കൂടെ നോൺ ഫോളോവേഴ്സിലേക്ക് റീച്ച് ചെയ്യിപ്പിക്കും. അത് ലോങ് വീഡിയോയ്ക്ക് 2 പ്ലാറ്റ്ഫോമിലും ചെയ്യുന്ന സെയിം സാധനമാണ്. അങ്ങനെ നമുക്ക് ഫോളോവേഴ്സ് അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ഫോളോവേഴ്സ് മാത്രമാണ് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ ഫോളോവേഴ്സിനെ കിട്ടത്തില്ലല്ലോ, ഈവൻ ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും. അതുപോലെ തന്നെയാണ്. പക്ഷേ റീൽസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നോൺ ഫോളോവേഴ്സ് ആയിട്ടുള്ള ഒരു 33% കൂടുതൽ നമ്മൾ വീഡിയോ കാണിക്കുന്നതിനേക്കാളും ആദ്യമേ തന്നെ അവർ ഫോളോവേഴ്സിനെ കാണിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കണ്ടന്റ് ഏതാണോ അതുമായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ സെർച്ച് ചെയ്യുന്ന ആൾക്കാരിലേക്ക് അവർ റീച്ച് ചെയ്യിപ്പിക്കും. നോൺ ഫോളോവേഴ്സ് ആയിട്ടുള്ളവരിലേക്ക് റീച്ച് ചെയ്യിപ്പിക്കുക. അങ്ങനെയാണ്. അപ്പോൾ അവരും കാണുന്നതിനനുസരിച്ച് നമ്മുടെ വീഡിയോയ്ക്ക് റീച്ച് കൂടിക്കൊടുക്കുക. അപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മളൊരു പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ റീച്ച് നമുക്കറിയാലോ ഓൾറെഡി കൂടുതലാണ്. അപ്പോൾ ഫേസ്ബുക്കിൽ നമ്മളൊരു ഷോർട്ട് വീഡിയോ, അതായത് ഒരു റീൽസ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒരു 10 മിനിറ്റിനുള്ളിൽ ഒരു 500-600 ഒക്കെ നമുക്ക് വ്യൂസ് കിട്ടില്ലേ. അത് നമ്മുടെ ഫോളോവേഴ്സ് മാത്രം കാണുന്നത് കൊണ്ടല്ലേ. നമ്മുടെ ഫോളോവേഴ്സ് അന്നേരം അവൈലബിൾ ആയിരിക്കണം എന്നില്ല. നമുക്ക് ഫോളോ ചെയ്തിരിക്കുന്ന ഒരു 50,000 ഫോളോവേഴ്സ് നമുക്കുണ്ടെങ്കിൽ പോലും ആ 50,000 പേരും എപ്പോഴും ഇങ്ങനെ ലൈവിൽ ഇരുന്ന് ഇതിങ്ങനെ കാണണമെന്നില്ല. നമ്മുടെ ഈ കാണുന്നതിന്റെ പകുതി ആൾക്കാർ നോൺ ഫോളോവേഴ്സ് ആയിരിക്കും. നമുക്ക് റീൽസ് തന്നെയായിരിക്കും കൂടുതൽ ബെനിഫിറ്റ് തരുന്നത്. പിന്നെ മോണിറ്റൈസേഷന്റെ കാര്യം വരുമ്പോൾ യൂട്യൂബിലാണെങ്കിൽ മോണിറ്റൈസേഷന് യൂട്യൂബിന്റെ പോളിസി വേറെ. എത്രയോ മില്യൺസ് ഒക്കെ വ്യൂ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് യൂട്യൂബിൽ മോണിറ്റൈസ് ആക്കി എടുക്കാൻ പറ്റൂ. അതേസമയം ഫേസ്ബുക്കിൽ റീൽസിന്റെ വാച്ച് അവർ കൂടെ നമുക്ക് ലോങ് മോണിറ്റൈസേഷന് വേണ്ടി അവർ പരിഗണിക്കുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് റീൽസ് മാത്രം ഇട്ടിട്ട് നമുക്ക് നല്ല വാച്ച് അവർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവർ പരിഗണിക്കും. പക്ഷെ അതിനോടൊപ്പം തന്നെ അവരുടെ പോളിസീസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യണം. മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അവരുടെ പോളിസീസ് നമ്മൾ ഫോളോ ചെയ്യണം. പിന്നെ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു 2 ലോങ് വീഡിയോ മസ്റ്റായിട്ട് ഇട്ടിരിക്കണം. നമ്മൾ ഷോർട്ട് വീഡിയോ മാത്രം ഇടുന്നവരാണെന്ന് പറഞ്ഞാൽ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കുറഞ്ഞ ഒരു 2 വീഡിയോ ആ പേജിൽ ഇട്ടിരിക്കണം കേട്ടോ. 3 മന്ത്സിൽ, ലാസ്റ്റ് 3 മന്തിൽ. അതിന് വലിയ റീച്ച് ഒന്നും വേണമെന്നൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ ഷോർട്ട് വീഡിയോ നല്ല റീച്ച് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പേരിന് വേണ്ടിയിട്ട് ഒരു 2-3 വീഡിയോ ഇട്ടിരുന്നാൽ മതി. അതിന് റീച്ച് ഇല്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ റീൽസിന്റെ വാച്ച് അവർ കൂടെ അവർ മോണിറ്റൈസേഷന് പരിഗണിക്കും എന്നുള്ള ഒരു ബെനിഫിറ്റ് നമുക്ക് ഫേസ്ബുക്കിന് ഉണ്ട്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. റീൽസ് ഇടുമ്പോൾ നമ്മുടേതായ കണ്ടന്റ് തന്നെ ഇടാൻ ശ്രമിക്കുക. വേറെ ആരുടെയും കണ്ടന്റ് ഇടരുത്. കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇടരുത്. പിന്നെ നിങ്ങളുടെ അലേർട്ടിൽ പോയിട്ട് എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ, ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, മിക്കവാറും വീഡിയോകളിൽ നിങ്ങളുടെ അലേർട്ടിൽ പോയിട്ട് എപ്പോഴും നിങ്ങൾ നോക്കണമെന്ന് ഞാൻ പറയുന്നുണ്ട്. ഏതെങ്കിലും അലേർട്ട് വന്ന് കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് ആ പ്രോബ്ലം സോൾവ് ചെയ്തെങ്കിൽ മാത്രമേ മോണിറ്റൈസേഷൻ കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയല്ലോ, റീൽസ് ആണോ ലോങ് വീഡിയോ കൊള്ളത്തില്ല എന്നല്ല. ചിലരുടെ ലോങ് വീഡിയോ നന്നായിട്ട് റീച്ച് ചെയ്യും. പക്ഷെ അതിനേക്കാളൊക്കെ കൂടുതൽ നമുക്ക് റീച്ചിനും ബെനിഫിറ്റിനും മോണിറ്റൈസേഷൻ ഈസി ആക്കാനും റീൽസ് തന്നെയായിരിക്കും. അപ്പം ഡെയിലി 2-3 ഒക്കെ റീൽസ് ഇടുന്നതുകൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല. ഹൈലി റെക്കമെൻഡഡ് ആണ് കേട്ടോ. അതുകൊണ്ട് അത്യാവശ്യം റീൽസ് ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ ഫേസ്ബുക്കിൽ വാച്ച് അവർ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് ഏറ്റവും നല്ലത്. അതിനോടൊപ്പം തന്നെ ലോങ് വീഡിയോ ഇടാൻ ശ്രമിക്കുക.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ റിനിച്ച. ബൈ.